Hello students, today I am going to discuss the next very important topic from the chapter solid state, that is imperfections in solids. Okay. At absolute zero, crystals tend to have a perfectly ordered arrangement. That means at any temperature above absolute zero, that means above 0 Kelvin, the crystals have some departure from the perfect ordered arrangement. Any deviation from completely ordered arrangement in a crystal, okay, is called an imperfection or disorder. Okay. ഇപ്പോൾ ആബ്സല്യൂട്ട് സീറോ, അതായത് 0 കെൽവിൻ എന്ന ടെമ്പറേച്ചറിൽ മാത്രമാണ് ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൽ പാർട്ടിക്കിൾസിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ആബ്സല്യൂട്ട് സീറോവിനേക്കാൾ കൂടിയ ഏത് ടെമ്പറേച്ചറിലും ക്രിസ്റ്റലിൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ സം ഡിസോർഡർ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ സം ഇംപെർഫെക്ഷൻ ഉണ്ടാവും. ഈ ഡിസോർഡറിനെയാണ്, ഈ ഇംപെർഫെക്ഷനെയാണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദീസ് ക്രിസ്റ്റൽ ഡിഫക്ട്സ് have important influence in the properties of solids. Then the crystal defects are of two types. Number one, point defect. Number two, line defect. രണ്ട് ടൈപ്പ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഉണ്ട്. ഒന്നാമത്തത് പോയിന്റ് ഡിഫക്റ്റ് ആണ്, രണ്ടാമത്തത് ലൈൻ ഡിഫക്റ്റ് ആണ്. ഓക്കെ, അതിൽ എന്താണ് ഫസ്റ്റ് വൺ, പോയിന്റ് ഡിഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സോളിഡ് സ്റ്റേറ്റിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. What is meant by point defect or atomic imperfections? Okay, the defects which arise due to the disorder in the arrangement of atoms or ions are called point defects. അപ്പോൾ ഒരു ക്രിസ്റ്റലിലെ ആറ്റങ്ങളുടെയോ അല്ലെങ്കിൽ അയോണുകളുടെയോ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന ഡിസോർഡർ കാരണമുണ്ടാകുന്ന ക്രിസ്റ്റൽ ഡിഫക്റ്റിനെയാണ് പോയിന്റ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ആറ്റോമിക് ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. ദ ഡിഫക്ട്സ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഡിസോർഡർ ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ആർ കോൾഡ് point defect. Okay, then the point defects or atomic imperfections can be classified into two types. Number one, stoichiometric defect, and number two, non-stoichiometric defect. Okay, first type of point defect is stoichiometric defect. The stoichiometric defect do not disturb the stoichiometry or composition of the composition of the crystal. Stoichiometric defect ന്റെ ഫലമായി ആ ക്രിസ്റ്റലിന്റെ കോമ്പോസിഷനിൽ മാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ, നമ്പർ ടു, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇറ്റ് ഡിസ്റ്റർബ്സ് ദ stoichiometry or the composition of the compound. അപ്പോൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ ഫലമായി ക്രിസ്റ്റലിന്റെ കോമ്പോസിഷനിൽ എന്താണ് കോമ്പോസിഷനെ അതെന്ത് ചെയ്യുന്നു? ഡിസ്റ്റർബ് ചെയ്യുന്നു. ഓക്കെ, അയോണിക് സോളിഡ്സ് എക്സിബിറ്റ് two types of stoichiometric defects. Number one, Schottky defect. Number two, Frenkel defect. Okay, then what is meant by Schottky defect? It arises due to the missing of equal number of cations and anions from their normal position, leaving behind a pair of holes. അപ്പോൾ ഷോട്ട്കി ഡിഫക്റ്റ് എന്ന ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? യെസ്, ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും ഈക്വൽ നമ്പർ
cations anions ionic solids exhibit two types of stoichiometric defects. First one is Schottky defect and the second one is Frenkel defect. What is meant by Schottky defect? It arises due to the missing of equal number of cations and anions from their normal position, leaving behind a pair of holes. Okay, അപ്പോൾ ഷോട്ട്കി ഡിഫക്റ്റ് എന്ന ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ലാറ്റിസൈറ്റിൽ നിന്നും ഈക്വൽ നമ്പർ കാറ്റയോൺസും ആനയോൺസും എന്ത് ചെയ്യുന്നു? മിസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഒരു കാറ്റയോൺ പോയി എ പ്ലസ് മിസ് ചെയ്തു. അതേസമയം വേറൊരു ലാറ്റിസൈറ്റിൽ നിന്നും വേറൊരു ലാറ്റിസ് പോയിന്റിൽ നിന്നും ഒരു ആനയോൺസും എന്ത് ചെയ്തു? മിസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇവിടെ എന്താണ്? എ പെയർ ഓഫ് ഹോൾസ്. ഓക്കെ, ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ക്രിസ്റ്റൽ ഡിഫക്റ്റാണ് Schottky defect. Okay, it arises due to the missing of equal number of cations and anions from their normal position. Okay, leaving behind a pair of holes. And Schottky defect is usually observed in ionic compounds having high coordination number and ions of almost similar size. ഇപ്പോൾ ഹൈ കോർഡിനേഷൻ കോമ്പൗണ്ടുള്ള അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെയുള്ള അയോൺസിൻ്റെ സൈസ്, കാറ്റയോൺസിൻ്റെയും ആനിയോൺസിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് ലോവേർഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേക്കൻസീസ് ഇൻ ദ ക്രിസ്റ്റൽ. അപ്പോൾ ഷോട്ട്കി ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് ഈ ക്രിസ്റ്റലിൽ വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലിൻ്റെ ഷോട്ട്കി ഡിഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഡിക്രീസസ് ഡ്യൂ ടു ഷോട്ട്കി ഡിഫക്റ്റ്. പിന്നെ ഈ ഷോട്ട്കി ഡിഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രിസ്റ്റൽസ്, അയോണിക് കോമ്പൗണ്ട്സ് NaCl സോഡിയം ക്ലോറൈഡ്, KCl പൊട്ടാസ്യം ക്ലോറൈഡ്, CaCl silver chloride, AgBr silver bromide. Okay, then the next type crystal defect is Frenkel defect. Then what is meant by Frenkel defect? Okay, yes, Frenkel defect arises when an ion, usually cation, leaves its normal lattice site and occupies interstitial site. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രങ്കൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു അയോൺ, അതായത് യൂഷ്വലി അത് എന്താണ്, ഒരു കാറ്റയോൺ അതിൻ്റെ നോർമൽ സൈറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. എങ്ങോട്ടേക്ക്? ലീവ്സ് ദ നോർമൽ സൈറ്റ് ആൻഡ് ഇറ്റ് ഓക്യുപ്പൈസ് വൺ ഓഫ് ദ interstitial site. Okay, one of the interstitial site. It arises when an ion, usually cation, leaves the normal site and occupies a interstitial site. And it is usually observed in ionic compounds having low coordination number and crystals with ions are much larger size than cation. ഓക്കെ, ലോ കോർഡിനേഷൻ നമ്പറുള്ള അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെയുള്ള അയോൺസിൻ്റെ സൈസ്, അയോൺസ് മീൻസ് ആനിയോൺസിൻ്റെ സൈസ് ഓഫ് ദ ആനിയോൺ ആർ മച്ച് ലാർജർ സൈസ് ദാൻ കാറ്റയോൺ. ആനിയോൺസ് ആർ മച്ച് ലാർജർ സൈസ് ദാൻ കാറ്റയോൺ. ആനിയോണിൻ്റെ സൈസ് കാറ്റയോണിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്, ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും ഒരു അയോണും മിസ് ചെയ്യപ്പെടുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് അയോണിക് കോമ്പൗണ്ടിൻ്റെ ഡെൻസിറ്റിയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ, സിൻസ് നോ അയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദ ക്രിസ്റ്റൽ, ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ. ഷോട്ട്കി ഡിഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അയോണിക് കോമ്പൗണ്ട്സ് AgCl സിൽവർ ക്ലോറൈഡ്,
AgBr silver bromate, AgI silver iodate, ZnS zinc sulfate. ഇനി ഇവിടെ നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. നിങ്ങൾ നോക്കുക, യെസ്, സിൽവർ ബ്രോമൈഡ് AgBr shows both Frenkel as well as Schottky defect. ഇപ്പോൾ Schottky ഡിഫക്റ്റും Frenkel ഡിഫക്റ്റും എന്താണ്, രണ്ടും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു അയോണിക് കോമ്പൗണ്ടാണ് സിൽവർ ബ്രോമൈഡ്. ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് വീഡിയോയിൽ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.